ഹലോ ലേണേഴ്സ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഹിസ്റ്ററിയിൽ വരുന്ന യൂണിറ്റ് ഫസ്റ്റിലെ ആദ്യത്തെ പാർട്ടാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഷ്യൻ്റ് ഇന്ത്യ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏതാനും സോഴ്സ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നെഗോഷിയേറ്റിംഗ് ദ സോഴ്സസ്. നമുക്കറിയാം, ആൻഷ്യൻ്റ് ഇന്ത്യയെ റീകൺസ്ട്രക്റ്റ് ചെയ്യാനായി ധാരാളം സോഴ്സ് മെറ്റീരിയലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്യാനായി നമ്മെ സഹായിക്കുന്ന സോഴ്സ് മെറ്റീരിയൽസിനെ മൂന്നായാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അവയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്: ആർക്കിയോളജിക്കൽ സോഴ്സസ്, ലിറ്റററി സോഴ്സസ്, അതുപോലെ ഫോറിൻ അക്കൗണ്ട്സ് എന്നിങ്ങനെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഇതിൽ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്താണ്? ആർക്കിയോളജി മൺമറഞ്ഞു പോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്ര മേഖലയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ഓരോ സിവിലൈസേഷൻ്റെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും പിന്നീട് അതിനെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് ഇത്തരത്തിൽ ആർക്കിയോളജിസ്റ്റുകൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ലിറ്റററി എവിഡൻസുകൾ ഇല്ലാതെ തന്നെ ചില സിവിലൈസേഷൻസ് എല്ലാം നമ്മൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തുന്നത്. ഫാദർ ഓഫ് ആർക്കിയോളജി എന്നറിയപ്പെടുന്നത് വില്യം ഫ്ലിൻഡേഴ്സ് പെട്രി എന്ന ഒരു സ്കോളറാണ്. അദ്ദേഹം ഒരു ഈജിപ്റ്റോളജിസ്റ്റ് ആയിരുന്നു. ഈജിപ്റ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയെയും അതുപോലെ ലാംഗ്വേജ്, ലിറ്ററേച്ചർ അതിനെല്ലാം കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഫീൽഡാണ് ഈജിപ്റ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു സ്കോളറാണ് വില്യം ഫ്ലിൻഡേഴ്സ് പെട്രി. ഇദ്ദേഹമാണ് ആർക്കിയോളജിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ആർക്കിയോളജിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ ആർക്കിയോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് സർ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഇന്ത്യയിൽ നിരവധി എക്സ്കവേഷൻസ് ഇദ്ദേഹത്തിൻ്റെ, അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പുറമെ ഇന്ത്യയിലുണ്ടായിരുന്ന മറ്റ് ആർക്കിയോളജിസ്റ്റുകളായിരുന്നു ജെയിംസ് പ്രിൻസപ്പ്, മോർട്ടിമർ വീലർ, ദയാറാം സാഹ്നി, RD ബാനർജി എന്നിവർ. അപ്പോൾ ആർക്കിയോളജി എന്ന് പറയുന്നത് ഇതാണ്. ഇനി ആർക്കിയോളജിയെ രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് എക്സ്പ്ലോറേഷൻ അതുപോലെ എക്സ്കവേഷൻ. ഇത് രണ്ടും ആർക്കിയോളജിയിൽ വരുന്ന രണ്ട് മെത്തേഡുകളാണ്: എക്സ്പ്ലോറേഷൻ മെത്തേഡും അതുപോലെ എക്സ്കവേഷൻ മെത്തേഡും. ഇതിൽ എക്സ്പ്ലോറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ നശിപ്പിക്കാതെ തന്നെ സയൻറ്റിഫിക് സർവേ ആയിട്ടും അതുപോലെ ഡോക്യുമെൻറ്റേഷനുമായിട്ടുമൊക്കെ ഡീറ്റെയിൽസ് കണ്ടെടുക്കുന്നതാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ സൈറ്റിനെ യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഏൽപ്പിക്കുന്നതായിരിക്കില്ല ഈ ഒരു എക്സ്പ്ലോറേഷൻ മെത്തേഡിൽ. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീൽഡ് വർക്കിംഗ്, ഏരിയൽ ഫോട്ടോഗ്രാഫി എന്നിവയൊക്കെ ഈ ഒരു എക്സ്പ്ലോറേഷൻ മെത്തേഡിൻ്റെ എക്സാമ്പിളാണ്. ഇനി എക്സ്കവേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് സിനിമകളിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ആർക്കിയോളജി മെത്തേഡാണ് ഈ ഒരു എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആ ഒരു പർട്ടിക്കുലർ സൈറ്റ് കുഴിച്ചു നോക്കിയാണ് അവർ ഖനനം ചെയ്യുന്നത്. അത്തരത്തിൽ കുഴിച്ചു നോക്കുക വഴി ആ ഒരു സൈറ്റിൻ്റെ തനിമ നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരു എക്സ്കവേഷൻ മെത്തേഡാണ് മോസ്റ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ എന്തെങ്കിലും ബറീഡ് ഒബ്ജക്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലോറേഷൻ മെത്തേഡ് വഴി നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതിന് അവിടെ കുഴിച്ചു നോക്കി തന്നെ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ എക്സ്കവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഹിസ്റ്റോറിയൻസും അതുപോലെ ആർക്കിയോളജിസ്റ്റുകളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും രണ്ട് തരം ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആണ് ഉള്ളത്: വെർട്ടിക്കൽ എക്സ്കവേഷനും അതുപോലെ ഹൊറിസോണ്ടൽ എക്സ്കവേഷനും. അത് കുഴിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ്
ഈ ഒരു വ്യത്യാസം വരുന്നത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് വെർട്ടിക്കൽ, അതുപോലെ എന്താണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് കോയിൻസ് ആണ്. നാണയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം കോയിൻസ് പ്രാചീന രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന കോയിൻസിൽ നിന്നും ധാരാളം ചരിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ കോയിനിലും അത് ഇഷ്യൂ ചെയ്ത രാജാക്കന്മാരുടെ ചിത്രം പതിപ്പിച്ചിരുന്നു. അതുപോലെ എന്തെങ്കിലും പ്രത്യേക രാജാവിൻ്റെ പ്രത്യേക ടൈറ്റിലുകളൊക്കെ അതിൽ അച്ചടിച്ചിരുന്നു. അതുപോലെ ഇത്തരം കോയിൻസ് ഉണ്ടാക്കിയിരുന്ന മെറ്റൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി മനസ്സിലാക്കാനായിട്ടും സാധിക്കുമായിരുന്നു. അതായത് ചില രാജാക്കന്മാർ ഗോൾഡ് കോയിൻസ്, അതുപോലെ സിൽവർ കോയിൻസ് എന്നിവയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ന്യൂമിസ്മാറ്റിക്സ് എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ ഏർലിയസ്റ്റ് കോയിൻസ് 7th to 6th സെഞ്ച്വറി BC കാലഘട്ടത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലെ കോയിൻസാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏർലിയർ കോയിൻസ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം പല ഡൈനാസ്റ്റീസും പല തരത്തിലുള്ള കോയിൻസ് മിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിൽവർ, ഗോൾഡ്, കോപ്പർ, അതുപോലെ ലെഡ് എന്നീ മെറ്റലുകൾ വെച്ചിട്ടുള്ള കോയിൻസ് ആയിരുന്നു ഇത്തരം രാജാക്കന്മാർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എപ്പിഗ്രാഫി. എപ്പിഗ്രാഫി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള ഒരു പഠന ശാഖയാണ് എപ്പിഗ്രാഫി എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ എപ്പിഗ്രാഫി എന്നറിയപ്പെടുന്നത് ജെയിംസ് പ്രിൻസെപ്പാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സ്കോളറും അതുപോലെ ഓറിയൻ്റലിസ്റ്റുമെല്ലാമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന ഒരു ജേണലിൻ്റെ ഫൗണ്ടിങ് എഡിറ്റർ കൂടിയായിരുന്നു. ഈ ഒരു ജെയിംസ് പ്രിൻസെപ്പാണ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം ഡിസിഫർ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡേറ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ്. ആർക്കിയോളജിയിൽ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആർട്ടിഫാക്റ്റിൻ്റെ അല്ലെങ്കിൽ എക്സ്കവേഷനിലൂടെയോ മറ്റോ കണ്ടെത്തിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെയോ ക്രൊണോളജിക്കൽ വാല്യൂ മനസ്സിലാക്കാനായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡേറ്റിംഗ് മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിൽ റിലേറ്റീവ് ഡേറ്റിങ്ങും അതുപോലെ ആബ്സല്യൂട്ട് ഡേറ്റിങ്ങും. ഇതിൽ റിലേറ്റീവ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് സൈറ്റുകൾ അല്ലെങ്കിൽ ആർട്ടിഫാക്റ്റ് ഇവയെല്ലാം, ഇത്തരം വസ്തുക്കളെല്ലാം തന്നെ ആദ്യം മുതൽ ഏറ്റവും പുതിയത് വരെയുള്ള ക്രമത്തിൽ ആ ഒരു ഉപയോഗിച്ച ക്രമം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റിംഗ്, ടൈപ്പോളജി, അതുപോലെ പോളൻ അനാലിസിസ്, സ്ട്രാറ്റിഗ്രാഫി, ജിയോക്രോണോളജി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ആബ്സല്യൂട്ട് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫാക്റ്റിൻ്റെ ഏകദേശം എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം കണക്കാക്കാനായിട്ട് ഈ ഒരു ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിലൂടെ നമുക്ക് സാധ്യമാവും. ഇതിൽ വരുന്ന ചില മെത്തേഡ്സാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്, അതുപോലെ പൊട്ടാസ്യം ആർഗൺ മെത്തേഡ്, യുറാനിയം സീരീസ് മെത്തേഡ്, തെർമോലുമിനിസെൻസ് ഇവയെല്ലാം തന്നെ സയൻറ്റിഫിക് ആയിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ്. നമ്മുടെ നോട്ടിൽ ഇവയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആർക്കിയോളജിക്കൽ സോഴ്സുകളെ കുറിച്ചാണ്. ആർക്കിയോളജിക്കൽ സോഴ്സുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പ്രധാനമായിട്ടും 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സ്, ആൻഷ്യൻറ്റ് കോയിൻസ്, അതുപോലെ ഇൻസ്ക്രിപ്ഷൻസ്. നമ്മൾ ആൻഷ്യൻറ്റ് ഇന്ത്യയെക്കുറിച്ചുള്ള സോഴ്സുകളെ കുറിച്ചാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻഷ്യൻറ്റ് ഇന്ത്യയെ അസോസിയേറ്റ് ചെയ്യുന്ന ഇൻസ്ക്രിപ്ഷൻസും അതുപോലെ കോയിൻസുമാണ് ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സ് ഒന്ന് നോക്കാം. കുറച്ചധികം ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സ് ഈ ഒരു ആൻഷ്യൻറ്റ് ഇന്ത്യ കാലഘട്ടത്തിൽ
കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളതാണ്. നിരവധി ടെമ്പിൾസും അതുപോലെ സ്കൾപ്ചേഴ്സുമെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നിർമ്മാണം നടന്നിരുന്നു. ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സ്, ആൻഷ്യൻ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സിൽ ആദ്യത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഹരപ്പൻ സിവിലൈസേഷൻ മുതൽ തുടങ്ങാം. ഹരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള മോഹൻജദാരോ, അതുപോലെ ഹരപ്പ, കാളിബംഗൻ, ലോത്താൽ എന്നിങ്ങനെയുള്ള സിറ്റികളെല്ലാം തന്നെ ഇത്തരത്തിൽ ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സിന് എക്സാമ്പിൾസാണ്. ഇത്തരം മോണുമെൻറ്റ്സും അതുപോലെ ഈ ഒരു സൈറ്റുകളെല്ലാം തന്നെ എക്സ്കവേഷൻ നടത്തുന്നതിലൂടെ നിരവധി ഹിസ്റ്റോറിക്കൽ എലമെൻറ്റ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വരും പാർട്ടുകളിൽ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻസിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്തരം എവിഡൻസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അവിടെ സംസാരിക്കാം. ദെൻ ഈ സ്ലൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സും അതുപോലെ അതിൻ്റെ ബിൽഡേഴ്സിൻ്റെ പേരുകൾ നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. ഇത്തരം മോണുമെൻറ്റ്സിൻ്റെ പേരും അതുപോലെ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിൽഡേഴ്സിൻ്റെ പേരും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ പോസ് ചെയ്ത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ ആദ്യത്തെ മോണ്യുമെൻ്റ് എടുത്ത് കൊടുത്തിട്ടുള്ളത് സാഞ്ചി സ്തൂപയാണ്. സാഞ്ചി സ്തൂപ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത് അശോക ചക്രവർത്തിയാണ്. മൗര്യൻ സാമ്രാജ്യത്തിലെ അശോക ചക്രവർത്തിയാണ് സാഞ്ചി സ്തൂപ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. സാഞ്ചി സ്തൂപയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ബുദ്ധമത സ്മാരകങ്ങളാണ് സാഞ്ചി എന്ന ഒരു ചെറു ഗ്രാമത്തെ വിശ്വപ്രസിദ്ധമാക്കുന്നത്. ഈ ഒരു സാഞ്ചി സ്തൂപ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഈ ഒരു സാഞ്ചി എന്ന ഒരു ഗ്രാമം മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നൽകിയിരിക്കുന്നത് ബാർഹട്ട് സ്തൂപയാണ്. ഈ ഒരു ബാർഹട്ട് സ്തൂപ ആദ്യമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് മൗര്യൻ കിങ് ആയിട്ടുള്ള അശോക ചക്രവർത്തി തന്നെയായിരുന്നു. 3rd century BC അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതിലേക്ക് കൂടുതൽ എഡിഷൻസ് ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് അതിൽ ആർട്ട് വർക്കുകളും അതുപോലെ ഗേറ്റ് വേ, റെയിലിങ്സ് എന്നിങ്ങനെയുള്ളതെല്ലാം തന്നെ സുങ്ക പീരീഡിലാണ് കൂടുതലായിട്ടും ആഡ് ചെയ്തിട്ടുള്ളത്. മധ്യപ്രദേശ് സ്റ്റേറ്റിലാണ് ബാർഹട്ട് സ്തൂപ സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് അമരാവതി സ്തൂപ. അമരാവതി സ്തൂപ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്ചറൽ അച്ചീവ്മെൻറ്റ്സ് എന്ന ഖ്യാതിയുള്ള ഒരു വലിയ ബുദ്ധിസ്റ്റ് സ്തൂപയാണ്. ഇതിനെ മഹാചൈത്യ ഓഫ് അമരാവതി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സ്തൂപയും അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സ്തൂപ എൻലാർജ് ചെയ്യുന്നത് ശാതവാഹനാസിൻ്റെയും അതുപോലെ ഇക്ഷ്വാക്കൂസിൻ്റെയും ഒരു പാട്രണേജോട് കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ശാതവാഹനാസ് എന്ന് ഇതിൻ്റെ അമരാവതിയുടെ ബിൽഡറിൻ്റെ നെയിമായിട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു അമരാവതി സ്തൂപ എന്ന് പറയുന്നത് AD 14ാം നൂറ്റാണ്ട് വരയ്ക്കും റിലീജിയസ് ആക്ടിവിറ്റീസിൻ്റെ ഒരു സെൻറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്തൂപയായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് പെഷ്വ സ്തൂപ. പെഷ്വാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്തൂപ ആയതുകൊണ്ടാണ് ഇതിനെ ഒരു പെഷ്വാർ സ്തൂപ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിനെ കനിഷ്ക സ്തൂപ എന്നും പറയാറുണ്ട്. കുഷാൻ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്ന കനിഷ്കനാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2nd century CEയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് സാരാനാഥ് സ്തൂപ. ഈ ഒരു സ്തൂപയും കൺസ്ട്രക്ട് ചെയ്യുന്നത് അശോകൻ തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം ഗുപ്താസിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു സാരാനാഥ് സ്തൂപ കുറച്ചുകൂടി മനോഹരമാക്കുകയാണ് ഉണ്ടായത്. ഗുപ്താസ് സ്റ്റോൺ കാർവ്ഡ് ഫ്ലോറൽ ഡിസൈൻസൊക്കെ ഈ ഒരു സ്തൂപയുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കുഷാനാസും അതുപോലെ ഹർഷവർദ്ധനൻ ഇവരെല്ലാം തന്നെ ഈ ഒരു സാരാനാഥ് സ്തൂപയിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളവരായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് അജന്ത പെയിൻറ്റിംഗ് ആണ്. അജന്ത പെയിൻറ്റിംഗ് ഗുപ്ത കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗുപ്ത രാജാവായിട്ടുണ്ടായിരുന്ന സമുദ്രഗുപ്തൻ്റെ സദസ്സിലെ ഒരു അംഗവും അതുപോലെ കവിയും ആയിരുന്ന ഹരിസേനനാണ് ഈ ഒരു അജന്ത പെയിൻറ്റിങ്സിന് പിന്നിലുള്ള വ്യക്തി. നെക്സ്റ്റ് പറയുന്നത് ദശാവതാര ടെമ്പിൾ. ദശാവതാര ടെമ്പിളും ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിൽ തന്നെയായിരുന്നു കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഷോർ ടെമ്പിൾ. ഷോർ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പല്ലവ കിങ് ആയിട്ടുണ്ടായിരുന്ന നരസിംഹവർമ്മൻ സെക്കൻഡാണ്. ഇദ്ദേഹം രാജമല്ല എന്നും അറിയപ്പെടുന്നു. അതുപോലെ കൈലാസനാഥ ടെമ്പിൾ
ഇത് കാഞ്ചിയിലുള്ള കൈലാസനാഥ ടെമ്പിളാണ് കേട്ടോ. കാഞ്ചിയിലെ കൈലാസനാഥ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതും ഈ ഒരു പല്ലവ കിങ് ആയിട്ടുള്ള നരസിംഹവർമ്മൻ സെക്കൻഡ് തന്നെയാണ്. നെക്സ്റ്റ് വൈകുണ്ഠ പെരുമാൾ ടെമ്പിൾ. ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പല്ലവ ഡൈനാസ്റ്റിയിലെ റൂളർ തന്നെയായിട്ടുണ്ടായിരുന്ന നന്ദിവർമ്മൻ സെക്കൻഡാണ്. നെക്സ്റ്റ് വരുന്നത് വിരൂപാക്ഷ ടെമ്പിൾ. ഇത് ചാലൂക്യസ് ഓഫ് ബാദാമി അവരുടെ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പട്ടടക്കലിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് മഹാബോധി ടെമ്പിൾ. ഈ ഒരു മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അശോകയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എല്ലോറ കൈലാസനാഥ ടെമ്പിൾ. നമ്മൾ ആദ്യം പറഞ്ഞത് കാഞ്ചിയിലുള്ള കൈലാസനാഥ ടെമ്പിളാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് എല്ലോറയിലുള്ള കൈലാസനാഥ ടെമ്പിൾ. ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് രാഷ്ട്രകൂട കിങ് ആയിട്ടുണ്ടായിരുന്ന കൃഷ്ണ ഫസ്റ്റ് ആണ്. ദെൻ അടുത്തത് കൊടുത്തിരിക്കുന്നത് എലഫൻ്റ കേവ്സ് ആണ്. എലഫൻ്റ കേവ്സ് രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ബൃഹദേശ്വര ടെമ്പിളാണ്. ബൃഹദേശ്വര ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് തഞ്ചാവൂരാണ്. രാജരാജ ചോളനാണ്, ചോള കിങ് ആയിട്ടുണ്ടായിരുന്ന രാജരാജ ചോളനാണ് ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഒരു ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ കാലഘട്ടം 1010 CE ആണ്. നെക്സ്റ്റ് ജഗന്നാഥ ടെമ്പിൾ ഓഫ് പുരി. ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ആനന്ദവർമ്മനാണ്. ഇദ്ദേഹം ഗംഗ ഡൈനാസ്റ്റിയിൽ പെടുന്ന ഒരു റൂളറായിരുന്നു. ജഗന്നാഥ ടെമ്പിൾ ഓഫ് പുരി ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷൻ്റെ ഏകദേശ കാലഘട്ടം പറയുന്നത് 12th സെഞ്ച്വറിയാണ്. നെക്സ്റ്റ് കൊണാർക്ക് സൺ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നരസിംഹദേവ ഫസ്റ്റ് ആണ്. ഇദ്ദേഹവും ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയിൽ വരുന്ന ഒരു റൂളറാണ്. ദെൻ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന മോണ്യുമെൻറ്റ് ഖജുരാഹോ ടെമ്പിൾസ് ആണ്. മധ്യപ്രദേശിലാണ് ഖജുരാഹോ ടെമ്പിൾസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ചന്ദേലാസ് എന്ന ഒരു ഡൈനാസ്റ്റിക് ഗ്രൂപ്പായിരുന്നു. സൺ ടെമ്പിൾ അറ്റ് മോധേരയിലുള്ള സൺ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏർലി 11th സെഞ്ച്വറിയിൽ ചാലുക്യ ഡൈനാസ്റ്റിയിൽ പെടുന്ന കിങ് ഭീമ ഫസ്റ്റ് ആണ്. ഹസാര ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് വിജയനഗര റൂളറായിട്ടുണ്ടായിരുന്ന ദേവരായ സെക്കൻഡാണ്. ഇതിൻ്റെ ഒരു കാലഘട്ടം വരുന്നത് ഏകദേശം 15th സെഞ്ച്വറിയാണ്. ഇവിടുത്തെ മെയിൻ ഡൈറ്റി ആയിട്ടുള്ളത് രാമനാണ്. അടുത്ത ഒരു മോണ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മീനാക്ഷി ടെമ്പിളാണ്. മധുര മീനാക്ഷി ടെമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മധുര മീനാക്ഷി ടെമ്പിൾ. ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പാണ്ഡ്യ കിങ് ആയിട്ടുള്ള കുലശേഖരനാണ്. പ്രാചീനമായിട്ടുള്ള മധുരൈ സിറ്റിയിലാണ് ഈ ഒരു മീനാക്ഷി ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6th സെഞ്ച്വറി BC ആണ് ഇതിൻ്റെ ഒരു കാലഘട്ടം വരുന്നത്. പക്ഷേ പിന്നീട് വന്ന നായക ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നത് മധുരൈ ഭാഗമായിരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ മധുര മീനാക്ഷി ടെമ്പിളിൽ മറ്റ് ധാരാളം കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നിട്ടുണ്ടായിരുന്നു. മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ ഒരു ഗോൾഡൻ പീരീഡ് എന്നറിയപ്പെടുന്നത് ഈ ഒരു നായകന്മാരുടെ കാലഘട്ടമായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് ഗോൾ ഗുംബസ് ആണ്. ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ്. ആദിൽ ഷാഹി എംപയറിലെ 7th റൂളറായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ആദിൽ ഷാ ആണ് ഈ ഒരു ഗോൾ ഗുംബസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് വിത്തല സ്വാമി ടെമ്പിൾ ആണ്. ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ദേവരായ സെക്കൻഡാണ്. വിജയനഗര എംപയറിൽ റൂളറായിട്ടുണ്ടായിരുന്ന ദേവരായ സെക്കൻഡാണ് ഈ ഒരു വിത്തല സ്വാമി ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഒരു ടെമ്പിളിനെ വിജയവിത്തല ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വിജയസ്തംഭ എന്നുള്ളത് മേവാർ കിങ് ആയിട്ടുള്ള റാണ കുംഭ അല്ലെങ്കിൽ റാണ കുംഭകാരൻ എന്ന റൂളറാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു വിക്ടറി മോണ്യുമെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിറ്റോർ ഫോർട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാച്യു ഓഫ് ഗോമാതേശ്വര.
ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചാമുണ്ഡരായനാണ്. ചാമുണ്ഡരായ അല്ലെങ്കിൽ ചാവുണ്ഡരായ എന്നെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഒരു കമാൻഡറായിരുന്നു, ഇന്ത്യൻ മിലിറ്ററി കമാൻഡറായിരുന്നു. അതുപോലെ ഒരു ആർക്കിടെക്റ്റും പോയറ്റും മിനിസ്റ്ററും ആയിരുന്നു. ഇദ്ദേഹം വെസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ സ്റ്റാച്യു ഓഫ് ഗോമാതേശ്വര നിർമ്മിച്ചത്. അടുത്തത് നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുന്നത് കുമാരഗുപ്ത ഫസ്റ്റ് ആണ്. ഇന്ത്യയിലെ ആൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നളന്ദ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ അടുത്ത ഒരു ഫേമസ് യൂണിവേഴ്സിറ്റി, ആൻഷ്യൻ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് വിക്രംശില യൂണിവേഴ്സിറ്റി. ഈ ഒരു യൂണിവേഴ്സിറ്റി നിർമ്മിക്കുന്നത് പാല കിങ് ആയിട്ടുണ്ടായിരുന്ന കിങ് ധർമ്മപാലനാണ്. 12th century AD മുഹമ്മദ് ബക്തിയാർ ഖിൽജി ഈ ഒരു യൂണിവേഴ്സിറ്റി, വിക്രംശില യൂണിവേഴ്സിറ്റി നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും ആർക്കിയോളജിക്കൽ മോണ്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് റഫായി പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് കാറ്റഗറി ന്യൂമിസ്മാറ്റിക് എവിഡൻസസ്, അതായത് കോയിൻസ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ധാരാളം കോയിൻസ് നമുക്ക് ഈ ഒരു ആൻഷ്യൻ കാലഘട്ടത്തിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. ഇന്ത്യയിലുണ്ടായിരുന്ന ഏർലിയസ്റ്റ് കോയിൻസ് ആണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്നറിയപ്പെടുന്നത്. ഇത് സിൽവറിലോ അല്ലെങ്കിൽ കോപ്പറിലോ ആയിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻഡോ ഗ്രീക്ക് കോയിൻസ് ആണ്. ഇൻഡോ ഗ്രീക്ക് കോയിൻസ് സാധാരണയായിട്ട് സിൽവറിലും അതുപോലെ കോപ്പറിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ വളരെ റെയറായിട്ട് ഗോൾഡിലും ഇൻഡോ ഗ്രീക്ക് കോയിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കുഷാന കോയിൻസ്. കുഷാനാസ് ധാരാളമായിട്ട് ഗോൾഡ് കോയിൻസും അതുപോലെ കോപ്പർ കോയിൻസും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവയുടെ ഭൂരിഭാഗവും കണ്ടെത്തിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. ബീഹാർ വരയ്ക്കുള്ള ആ ഒരു പ്രദേശങ്ങളിലായിരുന്നു കുഷാനാസിൻ്റെ കോയിൻസ് ധാരാളമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. കുഷാനന്മാരിലെ ഒരു റൂളറായിട്ടുണ്ടായിരുന്ന വിമ കട്ട്ഫേസസിൻ്റെ കോയിൻസിൽ ലോർഡ് ശിവ ഒരു കാളയുടെ സമീപം നിൽക്കുന്നതായിട്ടുള്ള ഒരു ഡെപ്പിക്ഷനുണ്ട്. അതായത് ഈ ഒരു കുഷാന കോയിൻസിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ കനിഷ്ക, ഹുവിഷ്ക, അതുപോലെ വാസുദേവ എന്നീ കുഷാന കിങ്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ ലോർഡ് ശിവയെ തങ്ങളുടെ കോയിൻസിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഷാന കോയിൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധാരാളം ഇന്ത്യൻ ഗോഡ്സിനെയും അതുപോലെ ഗോഡസസിനെയും അവരുടെ പേർഷ്യൻ അതുപോലെ ഗ്രീക്ക് ഡൈറ്റീസിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കോയിൻസിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് ഗുപ്ത കോയിൻസിനെ കുറിച്ചാണ്. കുഷാനാസിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നല്ലോ ഗുപ്താസ് എന്ന് പറയുന്നത്. ഇവരുടെ കോയിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കോയിൻസിൽ ഇവർ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഹ്യൂമൻസിൻ്റെ ആ ഒരു ഡെപ്പിക്ഷനാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിംഹത്തിനെ വേട്ടയാടുന്നത്, അല്ലെങ്കിൽ ഒരു റൈനോസറിനെ വേട്ടയാടുന്നത്, അതുപോലെ ഒരു ബോ, അതായത് അമ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു ഇമേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്ന ആ ഒരു ഡെപ്പിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു സ്ലൈഡിൽ ഫസ്റ്റ് നൽകിയിരിക്കുന്ന ഒരു പിക്ചർ പഞ്ച് മാർക്കഡ് കോയിൻസ് ആണ്. അതുപോലെ അതിന് തൊട്ടപ്പുറത്ത് ആ ഒരു സിൽവർ കളറിൽ നൽകിയിരിക്കുന്ന ആ 2 കോയിൻസ് ആണ് ഇൻഡോ ഗ്രീക്ക് കോയിൻസ്. ദെൻ പഞ്ച് മാർക്കഡ് കോയിൻസിന് താഴെ നൽകിയിരിക്കുന്ന ആ 2 കോയിൻസ് ആണ് കുഷാന കോയിൻസ്. ഈ ഒരു കുഷാന കോയിനിൽ ആ 2 കോയിൻ നൽകിയിരിക്കുന്നതിൽ രണ്ടാമത്തെ കോയിനിൽ ഒരു ബുദ്ധ ഇമേജിൻ്റെ ഡെപ്പിക്ഷൻ കാണാം. അതിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ ബുദ്ധ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനോട് സാമ്യം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ലെറ്ററുകളാണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ബുദ്ധ എന്നാണ് വായിക്കുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇനി നെക്സ്റ്റ് നൽകിയിരിക്കുന്നതാണ് ഗുപ്ത കോയിൻസ്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി ഇൻസ്ക്രിപ്ഷൻസ് ആണ്.
The inscriptions are the most important and reliable sources of Indian history. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അത്യാവശ്യം ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പല തരം സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് ഇതുവരയ്ക്കും അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോഴും ഡെസിഫർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ പലതും ഡെസിഫർ ചെയ്യാനും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വസ്തുതകൾ കണ്ടെത്താനും ഹിസ്റ്റോറിയൻസിനെ സഹായിച്ചിട്ടുള്ളവയാണ്. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഹരപ്പൻ സീൽസ്, അതുപോലെ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ്, ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ, അതുപോലെ അലഹബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ, ഐഹോളി ഇൻസ്ക്രിപ്ഷൻ, ഗ്വാളിയർ ഇൻസ്ക്രിപ്ഷൻ എന്നിവയെല്ലാമാണ് പ്രധാനപ്പെട്ട ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഏതാനും ചില ഇൻസ്ക്രിപ്ഷൻസ്. മറ്റ് നിരവധി ഇൻസ്ക്രിപ്ഷൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട്, എന്നാലും കുറച്ച് മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. നമ്മുടെ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു സ്ലൈഡിൽ ഫസ്റ്റ് വരുന്ന ഒരു പിക്ചറാണ് ഹരപ്പൻ സീൽസ്. ദെൻ സെക്കൻഡ് നൽകിയിരിക്കുന്നതാണ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ്. ഇതിൽ പല ലൊക്കേഷനിലുള്ള അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം കൂടി ഒരു കൊളാജ് ആക്കിയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ ആദ്യം ഒരു പാറ പോലെ കാണപ്പെടുന്ന ഈ ഒരു ആദ്യത്തെ ഒരു ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷനാണ്. ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് രുദ്രദാമനാണ്. ശേഷം ഇതിൽ നൽകിയിരിക്കുന്ന അടുത്ത പിക്ചർ എന്ന് പറയുന്നത് അലഹബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷനാണ്. ദെൻ അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ മുകളിൽ നൽകിയിരിക്കുന്നത് ഐഹോളി ഇൻസ്ക്രിപ്ഷനും ദെൻ അടിയിൽ നൽകിയിരിക്കുന്നത് ഗ്വാളിയാർ ഇൻസ്ക്രിപ്ഷനുമാണ്. ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇൻസ്ക്രിപ്ഷൻസിൽ വരുന്ന ഏതാനും സ്ക്രിപ്റ്റുകളുടെ പേരുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇൻഡസ് സ്ക്രിപ്റ്റ്, ബ്രാഹ്മി സ്ക്രിപ്റ്റ്, ഗുപ്ത സ്ക്രിപ്റ്റ്, അതുപോലെ ശാരദ സ്ക്രിപ്റ്റ്, നാഗരി സ്ക്രിപ്റ്റ്, ദേവനാഗരി സ്ക്രിപ്റ്റ്, കലിംഗ സ്ക്രിപ്റ്റ്, ഗാന്ധാര സ്ക്രിപ്റ്റ്, വട്ടെഴുത്ത് സ്ക്രിപ്റ്റ്, കാദംബ സ്ക്രിപ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്നത് തമിഴ് സ്ക്രിപ്റ്റ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ നോട്ടിൽ നൽകിയിട്ടുണ്ട്. ക്ലാസ്സിന് ശേഷം അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മളിതുവരെ പറഞ്ഞത് ആർക്കിയോളജിക്കൽ സോഴ്സുകളെ കുറിച്ചാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ലിറ്റററി സോഴ്സസ്. ഈ ഒരു ലിറ്റററി സോഴ്സസിനെയും 3 കാറ്റഗറി സബ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് റിലീജിയസ് ലിറ്ററേച്ചർ, സെക്യുലർ ലിറ്ററേച്ചർ, സംഘം ലിറ്ററേച്ചർ. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുണ്ടായിരുന്ന റിലീജിയസ് ലിറ്ററേച്ചറിനെ കുറിച്ചൊന്ന് നോക്കാം. ആൻഷ്യൻ്റ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും 3 റിലീജിയൻസാണ് ഉണ്ടായിരുന്നത്. അത് ഹിന്ദു, ബുദ്ധിസ്റ്റ്, അതുപോലെ ജെയിൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എഗെയിൻ 3 ആക്കി തന്നെ തിരിച്ചിട്ടുണ്ട്. ഹിന്ദു റിലീജിയസ് ലിറ്ററേച്ചർ, അതുപോലെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആൻഡ് ജെയിൻ ലിറ്ററേച്ചർ. ഹിന്ദു റിലീജിയസ് ലിറ്ററേച്ചറിൽ വരുന്ന വർക്കുകളാണ് വേദാസ്, ഉപനിഷത്ത്, ആരണ്യകാസ് എന്നിവ. അതുപോലെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ വരുന്നതാണ് ത്രിപീഠകാസ്, ജാതക സ്റ്റോറീസ്, അതുപോലെ ദീപവംശ എന്നിവ. ഇനി ജെയിൻ ലിറ്ററേച്ചറിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഭഗവതി സൂത്ര, അതുപോലെ മേരുതുംഗ. ഇനി ഇവയെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദു റിലീജിയസ് ലിറ്ററേച്ചർ തന്നെ ആദ്യം നോക്കാം. അതിൽ വരുന്നതാണ് വേദാസ്. നമുക്കറിയാം 4 വേദങ്ങളാണുള്ളത്: ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഏറ്റവും പുരാതനമായിട്ടുള്ള വേദമാണ് ഋഗ്വേദം. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. അതിലെല്ലാം കൂടി 1028 സൂക്താസും അതുപോലെ 10580 ഋച്ചാസുമാണ് ഉള്ളത്. ഈ ഒരു 10 മണ്ഡലങ്ങളുള്ളതിൽ 7ാമത്തെയും അതുപോലെ 2ാമത്തെയും മണ്ഡലങ്ങളാണ് ആദ്യത്തെ കോമ്പോസിഷൻസ് ആയിട്ട് വരുന്നത്. ഇനി യജുർവേദത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഇതിൽ 40 ചാപ്റ്റേഴ്സും അതുപോലെ 2000 ഹിംസുമാണ് ഉള്ളത്. യജുർവേദത്തിനെ ബ്ലാക്ക് യജുർവേദ, അതായത് കൃഷ്ണ യജുർവേദ എന്നും ശുക്ല യജുർവേദ, അതായത് വൈറ്റ് യജുർവേദ എന്നും 2 ആക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ കൃഷ്ണ യജുർവേദയിൽ മന്ത്രാസാണ് കണ്ടെയ്ൻ ആക്കുന്നത്, അതായത് കൃഷ്ണ യജുർവേദത്തിൽ മന്ത്രാസാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ശുക്ല യജുർവേദത്തിൽ പ്രോസ് രൂപത്തിലുള്ള കമൻ്ററീസാണ് ഉള്ളത്.
ഇനി സാമവേദ. സാമവേദ എന്ന് പറയുന്നത് ഒരു ക്വൈറ്റ് ലിറിക്കൽ ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ്. സെക്കൻഡ് ഓൾഡസ്റ്റ് വേദ എന്നറിയപ്പെടുന്നത് സാമവേദയാണ്. ഇതിൽ 1549 ശ്ലോകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആകെ 78 എണ്ണം മാത്രമേ ഒറിജിനൽ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഋഗ്വേദത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ളവയാണ്. സാമവേദത്തിനും 2 പാർട്ടുകളുണ്ട്, പൂർവാർച്ചിക അതുപോലെ ഉത്തരാർച്ചിക. നെക്സ്റ്റ് 4ാമത്തെ വേദമാണ് അഥർവവേദ. അഥർവവേദ 20 ബുക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 731 ഹിംസും അതുപോലെ 5987 മന്ത്രാസും അടങ്ങിയിരിക്കുന്നു. ഈ ഒരു 5987 മന്ത്രാസിൽ 1200 മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ളവയാണ്. നെക്സ്റ്റ് വരുന്നത് ബ്രാഹ്മണാസ് ആണ്. ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് വേദാസിന് ശേഷം കമ്പോസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. അതായത് വേദങ്ങളുടെ കമൻ്ററീസ് ആണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. എല്ലാ വേദങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ബ്രാഹ്മണ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. കൗശിഷ്ഠികി അതുപോലെ ഐതരേയ എന്നിവയാണ് ഋഗ്വേദത്തിൽ വരുന്ന ബ്രാഹ്മണാസ്. തൈത്തരീയ, ശതപഥ ബ്രാഹ്മണ എന്നിവ കൃഷ്ണയജുർവേദ അതുപോലെ ശുക്ലയജുർവേദത്തിൽ വരുന്ന ബ്രാഹ്മണങ്ങളാണ്. പാഞ്ചവ്യൂഹം, താണ്ഡവ് അതുപോലെ ജൈമിനീയ ബ്രാഹ്മണ എന്നിവ സാമവേദത്തിൽ വരുന്ന ബ്രാഹ്മണ ടെക്സ്റ്റുകളാണ്. ഇനി അഥർവവേദത്തിൽ വരുന്ന ഒരു ബ്രാഹ്മണ ടെക്സ്റ്റാണ് ഗോപദ ബ്രാഹ്മണ. നെക്സ്റ്റ് കാറ്റഗറി ഉപനിഷത്ത്. ഏകദേശം 108 ഉപനിഷത്തുകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുടെ പേരുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഉപനിഷത്തുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 800-നും 500-നും BC 800-നും 500-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഫേമസ് നാഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള സത്യമേവ ജയതേ എന്നത് മുണ്ടക ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കോട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് ആരണ്യകാസ്. ഈ ആരണ്യകാസ് എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നതും അതുപോലെ പഠിക്കുന്നതും കാട്ടിൽ വെച്ചിട്ടാണ്, അതായത് ഫോറസ്റ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആരണ്യകാസ് എന്ന് പറയുന്നത്. വേദിക് റിലീജിയൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയാണ് ഇവ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും സാക്രിഫൈസസും അതുപോലെ മിസ്റ്റിക് ഫിലോസഫിയൊക്കെയാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. പ്രധാനപ്പെട്ട ആരണ്യകാസാണ് ഐത്തരേയ ആരണ്യക, തൈതരീയ ആരണ്യക, മൈത്രായനി ആരണ്യക, അതുപോലെ തത്വകാർ ആരണ്യക എന്നിവ. നെക്സ്റ്റ് പറയുന്നത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. ബുദ്ധിസ്റ്റ് വർക്കുകൾ പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത് പാലി, പ്രാകൃത്, ടിബറ്റൻ, ചൈനീസ് അതുപോലെ സിൻഹളി എന്നീ ലാംഗ്വേജസിലാണ്. അതുപോലെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ നമുക്ക് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ കാണാനായിട്ട് സാധിക്കും. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി വർക്ക്സാണ് പീഠകാസ്. ഇതിൽ പ്രധാനമായിട്ടും 3 പീഠകാസാണ് വരുന്നത്: വിനയ പീഠക, സൂക്ത പീഠക, അതുപോലെ അഭിധമ്മ പീഠക. നെക്സ്റ്റ് വരുന്നത് ജാതക കഥാസ്, അതായത് ജാതക സ്റ്റോറീസ്. ബുദ്ധൻ്റെ പ്രീവിയസ് ബർത്തിനെ റിഗാർഡ് ചെയ്യുന്ന സ്റ്റോറീസാണ് ഈ ഒരു ജാതക കഥകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വർക്ക്സാണ് ദീപവംശ ആൻഡ് മഹാവംശ. ഇത് പാലി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം 4th 5th സെഞ്ച്വറീസാണ് ഇതിൻ്റെ ഒരു കാലഘട്ടം വരുന്നത്. ദീപവംശ അതുപോലെ മഹാവംശ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ശ്രീലങ്കൻ ക്രോണിക്കിൾസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ദിവ്യവദൻ. നേപ്പാളി ഒറിജിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് വർക്കാണിത്. ഇത് എഴുതിയിരിക്കുന്നത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ്. ഈ ഒരു വർക്കിൽ നോർത്തേൺ ഡൈനാസ്റ്റീസ് ആയിട്ടുള്ള മൗര്യൻ കിങ്സിനെയും അതുപോലെ സുങ്ക പീരീഡിനെയൊക്കെ കുറിച്ചിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വർക്ക് വരുന്നത് മിലിന്ദ് പാൻഹോ. ഈ ഒരു മിലിന്ദ് പാൻഹോ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ബുദ്ധിസ്റ്റ് ഭിക്ഷു ആയിട്ടുള്ള നാഗസേനനും അതുപോലെ
ഇൻഡോ ഗ്രീക്ക് റൂളറായിട്ടുണ്ടായിരുന്ന മെനൻഡറും തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ്, അവരുടെ ഒരു സംഭാഷണമാണ് ഈ ഒരു വർക്കിൻ്റെ ഒരു തീം വരുന്നത്. ഇവയ്ക്ക് പുറമെ മറ്റൊരു ബുദ്ധിസ്റ്റ് വർക്കാണ് അശ്വഘോഷൻ്റെ ബുദ്ധചരിതം. ഇത് ബുദ്ധൻ്റെ ഒരു ബയോഗ്രഫിയാണ്. ദെൻ മഹാവസ്തു, ലളിത വിസ്താർ, മഞ്ജുശ്രീ മൂലകൽപ്പ എന്നിവയെല്ലാം തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ വരുന്ന മറ്റ് ബുക്സാണ്. നെക്സ്റ്റ് പറയുന്നത് ജെയിൻ ലിറ്ററേച്ചർ. പ്രാകൃത്, തമിഴ്, സാൻസ്ക്രിറ്റ് എന്നീ ഭാഷകളിലെല്ലാം തന്നെ ജെയിൻ ലിറ്ററേച്ചർ, ആൻഷ്യൻ്റ് ജെയിൻ ലിറ്ററേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 ടൈപ്പിലാണ് ജെയിൻ ലിറ്ററേച്ചർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് അകം ഓർ കാനോനിക്കൽ ലിറ്ററേച്ചർ, ദെൻ നോൺ അകം ലിറ്ററേച്ചർ. അകം ലിറ്ററേച്ചറിൽ നിരവധി ടെക്സ്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. അവയെല്ലാം തന്നെ ജെയിൻ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട സീക്രട്ട് ബുക്സാണ്. അർദ്ധമാഗധി ഭാഷയിലാണ് ഇവയിൽ പലതും എഴുതിയിരിക്കുന്നത്. അർദ്ധമാഗധി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് പ്രാകൃത് ലാംഗ്വേജ് ആണ്. ഇനി നോൺ അകം ലിറ്ററേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ, അകം ലിറ്ററേച്ചർ, നേരത്തെ പറഞ്ഞ അകം ലിറ്ററേച്ചറിൻ്റെ ഒരു കമൻ്ററി അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു നോൺ അകം ലിറ്ററേച്ചറിൽ പെടുന്നത്. നമ്മളിപ്പോൾ ലിറ്റററി സോഴ്സിൽ റിലീജിയസ് ലിറ്ററേച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ വരുന്ന നെക്സ്റ്റ് കാറ്റഗറി സെക്യുലർ ലിറ്ററേച്ചർ, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു സെക്യുലർ ലിറ്ററേച്ചറിൽ 2 കാറ്റഗറി, 2 സബ് ഡിവിഷനും കൂടിയുണ്ട്. അതാണ് ഹിസ്റ്റോറിക് ലിറ്ററേച്ചറും നോൺ ഹിസ്റ്റോറിക് ലിറ്ററേച്ചറും. ഇതിൽ ഹിസ്റ്റോറിക് ലിറ്ററേച്ചറിൽ വരുന്നതാണ് രാജതരംഗിണി, അതുപോലെ കീർത്തി കൗമുദി, രാമചരിത എന്നിവ. നോൺ ഹിസ്റ്റോറിക് ലിറ്ററേച്ചറിൽ വരുന്നതാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര, അതുപോലെ വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസ, പാണിനിയുടെ അഷ്ടാധ്യായി, പതഞ്ജലിയുടെ മഹാഭാഷ്യ, ചരകൻ എഴുതിയിട്ടുള്ള ചരഹ സംഹിത, ശുശ്രുതൻ എഴുതിയിട്ടുള്ള ശുശ്രുത സംഹിത. ഇവ രണ്ടും ആയുർവേദ ബ്രാഞ്ച് ഓഫ് മെഡിസിനാണ്. നെക്സ്റ്റ് വാഗ്പതിരാജ എഴുതിയിട്ടുള്ള ഗൗഡവാഹു, ദെൻ ഭാണഭട്ടൻ എഴുതിയിട്ടുള്ള ഹർഷചരിത. ഇവയെല്ലാമാണ് സെക്യുലർ ലിറ്റററി വർക്ക്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു കാറ്റഗറി സംഘം ലിറ്ററേച്ചറാണ്. സംഘം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സംഘം എന്ന് പറയുന്നത്, സംഘം വാസ് എ കോളേജ് ഓർ അസംബ്ലി ഓഫ് തമിഴ് പോയറ്റ്സ് ഹെൽഡ് അണ്ടർ ദ പാട്രണേജ് ഓഫ് ദ പാണ്ഡ്യ കിങ്സ് ഓഫ് മധുരൈ. മധുരയിലുള്ള പാണ്ഡ്യ കിങ്സിൻ്റെ പാട്രണേജിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് തമിഴ് പോയറ്റ്സിൻ്റെ ഒരു അസംബ്ലിനെയാണ് സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഘം പീരീഡിൻ്റെ ഒരു കാലഘട്ടം പറയുന്നത് 400 BC 300 BC, ഈ ഒരു കാലഘട്ടമാണ് ഇവരുടെ ഒരു പീരീഡ് പറയുന്നത്. സംഘം ലിറ്ററേച്ചറിൽ വരുന്ന കുറച്ച് വർക്കിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൊൽക്കാപ്പിയം, എട്ടുതൊകൈ, 10 പാട്ട്, 11 കീഴ്കണക്ക് എന്നിവയാണ് ഇതിൽ വരുന്ന വർക്കുകൾ. ആൻഡ് സംഘം ലിറ്ററേച്ചറിൽ വരുന്ന 2 എപ്പിക്സ് ആണ് ശിലപ്പതികാരം, അതുപോലെ മണിമേഖല എന്നിവ. ഇതോടെ നമ്മുടെ ലിറ്റററി സോഴ്സുകൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു സോഴ്സാണ് ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോറിൻ അക്കൗണ്ട്സും എഗെയിൻ 3 ഡിവൈഡ് ചെയ്യാം നമുക്ക്. ഗ്രീക്സ് ആൻഡ് റോമൻസ്, ചൈനീസ്, അതുപോലെ അറബ്സ്. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഗ്രീക്സ് ആൻഡ് റോമൻ നോക്കാം. ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെറഡോട്ടസ് ആണ്. ഹെറഡോട്ടസ് നമുക്കറിയാം ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹെറഡോട്ടസ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹെറഡോട്ടസിൻ്റെ വർക്കായിട്ടുള്ള ഹിസ്റ്ററീസ് എന്ന ഒരു വർക്കിൽ ഇൻഡോ പേർഷ്യൻ റിലേഷൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മെഗസ്തനീസ്. ഇദ്ദേഹവും ഒരു ഗ്രീക്കുകാരനാണ്. ഹെറഡോട്ടസും ഗ്രീക്കുകാരനാണ്, അതുപോലെ മെഗസ്തനീസും ഗ്രീക്കുകാരനാണ്. ഇദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വർക്കാണ് ഇൻഡിക്ക. നെക്സ്റ്റ് ടോളമി. അദ്ദേഹത്തിൻ്റെ വർക്ക് ജോഗ്രഫിയ. ഇതിൽ ജോഗ്രഫിക്കൽ ട്രീറ്റീസ്, ഇന്ത്യയെക്കുറിച്ചുള്ള ജോഗ്രഫിക്കൽ ട്രീറ്റീസാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് പ്ലിനി. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര് നാച്ചുറൽ ഹിസ്റ്റോറിയ.
അടുത്ത് നൽകിയിരിക്കുന്നത് പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ. ഇതിൻ്റെ ഓതറിൻ്റെ പേര് നമുക്ക് ഇതുവരേക്കും അറിയില്ല. എന്നിരുന്നാൽ കൂടി നിരവധി ഡീറ്റെയിൽസ്, ആൻഷ്യൻ ഇന്ത്യയെക്കുറിച്ചുള്ള നിരവധി ഡീറ്റെയിൽസ് ഈ ഒരു വർക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ചൈനീസ് ഫോറിൻ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു ആൻഷ്യൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചൈനീസ് സഞ്ചാരികളാണ് ഫാഹിയാൻ, ഹുയാൻസാങ്, അതുപോലെ ഇറ്റ്സിങ്. ഫാഹിയാൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 5th സെഞ്ച്വറി AD കാലഘട്ടത്തിലാണ്. അതുപോലെ ഹുയാൻസാങ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 7th സെഞ്ച്വറി AD കാലഘട്ടത്തിലാണ്. ഇറ്റ്സിങ് വിസിറ്റ് ചെയ്യുന്നത് 7th സെഞ്ച്വറിയിൽ തന്നെയാണ്. ഇതിൽ ഹുയാൻസാങ് ഹർഷവർദ്ധനൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹർഷവർദ്ധനെ കുറിച്ചിട്ടുള്ള കുറേ അധികം ഡീറ്റെയിൽസ് അദ്ദേഹം ഹുയാൻസാങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അറബ് ഫോറിൻ അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. സുലൈമാൻ അൽ മസൂദി, അൽ ബറൂണി എന്നിവയാണ് ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അറബ് ട്രാവലേഴ്സ്. മുഹമ്മദ് ഗസ്നിയുടെ ഒരു കണ്ടംപററിയൻ കൂടിയായിരുന്നു അൽ ബറൂണി. അൽ ബറൂണി ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ, ഇന്ത്യൻ സംസ്കാരത്തെയും അതുപോലെ ഇന്ത്യൻ സൊസൈറ്റിയെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സാൻസ്ക്രിറ്റ് പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സാൻസ്ക്രിറ്റ് പഠിക്കുക വഴി ഇന്ത്യൻ ലിറ്ററേച്ചർ ധാരാളമായിട്ട് വായിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാർട്ട് 1 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറച്ചധികം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നിരുന്നാൽ കൂടി മാക്സിമം ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന അഡീഷണൽ ഡീറ്റെയിൽസ് ഇനിയും പുറമെ വീഡിയോസായിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായ ഒരു നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.